ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പി വീഡിയോ ഒന്നുമല്ല, ഒരു പ്രഷർ കുക്കർ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ്. രണ്ടുമൂന്ന് പേർ എൻ്റെ വീഡിയോ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞ കുക്കർ ഞാൻ കളയാൻ വെച്ചിരുന്നതാണ്. അപ്പോഴാണ് എന്നോട് ഇങ്ങനെ രണ്ടുമൂന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഏതായാലും ഇതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഒരു ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്ത്, അത്ര എളുപ്പമൊന്നുമല്ല, കുറച്ച് നേരം നമുക്ക് പണിയൊക്കെ ഉണ്ട് ഇത്തിരി, എന്നാലും നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പളപളാം മെനുങ്ങുന്ന കുക്കറാക്കി ഞാൻ എടുത്ത് ആ വീഡിയോയാണ് ഞാൻ ഇനി കാണിക്കുന്നത്. അപ്പം നമുക്കത് കണ്ടു നോക്കാം. നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന പ്രഷർ കുക്കറാണിത്. ഇതിന്റെ സൈഡിലും അടിഭാഗത്തൊക്കെ ഇതുപോലെ കരിയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഉൾഭാഗത്തും കുറച്ച് കറയുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി പ്രഷർ കുക്കറിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ വലിയ കുക്കറൊക്കെ ആണെങ്കിൽ ഒരു 4 കപ്പ് വെള്ളമെങ്കിലും ഒഴിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നമ്മൾ പാത്രമെല്ലാം കഴുകാൻ ഉപയോഗിക്കുന്ന വാഷിംഗ് ലിക്വിഡ് ഇട്ട് കൊടുക്കാം. ലിക്വിഡ് ഇല്ലെങ്കിൽ സോപ്പ് പൊടി ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഞാനിവിടെ പ്രില്ലിന്റെ വാഷിംഗ് ലിക്വിഡാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു നാരങ്ങയുടെ അരഭാഗം കൂടെ പിഴിഞ്ഞിട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുക്കർ സ്റ്റൗവിൽ വെച്ച് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം അതിലുള്ള വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇനി ഈ കുക്കറിലേക്ക് നമുക്ക്, ഈ കുക്കറിന്റെ വെയിറ്റ് ആണിത്, അതും കൂടെ ഒന്ന് അഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുക്കറിലെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളപ്പിക്കണം. കുക്കറിലെ വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ സോഡാപ്പൊടിയും 1 ടീസ്പൂൺ ഡിഷ് വാഷിംഗ് ലിക്വിഡും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇപ്പോൾ കുക്കറിലെ വെള്ളമെല്ലാം കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ അകത്തിട്ടിരിക്കുന്ന കുക്കറിന്റെ വെയിറ്റ് എടുത്തു മാറ്റാം. അതിനുശേഷം അതിന്റെ ഉള്ളിലെ വെള്ളം ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുക്കർ അതിലേക്ക് ഇറക്കി വെക്കാം. കുക്കർ സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ അതിന്റെ അടിഭാഗത്ത് അഴുക്കെല്ലാം പെട്ടെന്ന് ഇളകി കിട്ടും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കഴുകിയെടുക്കാൻ പറ്റും. കുറച്ച് സമയം കഴിയുമ്പോൾ കുക്കർ നമുക്ക് സോപ്പ് വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റാം. അതിനുശേഷം അതിലേക്ക് കുക്കറിന്റെ മൂടി ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന സോഡാപ്പൊടിയും സോപ്പ് ലിക്വിഡുമാണ്. ഇതിലേക്ക് നമുക്കൊരു സ്റ്റീലിന്റെ സ്ക്രബ്ബർ മുക്കിയതിനു ശേഷം കുക്കറിന്റെ അകഭാഗമെല്ലാം നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കാം. നമ്മൾ ഇതുപോലെ സോപ്പെല്ലാം ഉപയോഗിച്ച് ഇങ്ങനെ ഉരച്ചെല്ലാം കഴുകുന്ന സമയത്ത് ഒരു ഗ്ലൗസ് എപ്പോഴും കയ്യിലിടുന്നത് നല്ലതാണ്. ചിലർക്ക് സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അലർജിയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെപ്പോഴും ഗ്ലൗസ് ഇട്ട് ഇതുപോലെയുള്ള ജോലികൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. കുക്കറിന്റെ അടിഭാഗവും സ്ക്രബ്ബർ വെച്ച് ഇതുപോലെ നല്ലതുപോലെ തേച്ച് ഉരച്ച് കഴുകി കളയണം. കുക്കറിന്റെ സൈഡിലുള്ള അഴുക്കും നമുക്ക് സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് ഉരച്ച് കഴുകി കളയാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇനി വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉരച്ച് ഒന്നും കൂടെ കഴുകിയെടുക്കാം. ആ പിടിയുടെ ഭാഗത്തൊക്കെ ഇത്തിരി അഴുക്കുണ്ട്, അതും കൂടെ എല്ലാം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പൊ നമ്മുടെ കുക്കർ നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന കുക്കറിന്റെ മൂടിയും എടുത്ത് നല്ലതുപോലെ തേച്ച് കഴുകിയെടുക്കണം. ഇപ്പോൾ കുക്കറിന്റെ മൂടിയും നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുത്ത് കഴിഞ്ഞ് അവസാനം നമുക്ക് കുക്കറിന്റെ വെയിറ്റും കൂടി ഒന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ അഴുക്ക് പിടിച്ചിരുന്ന ആ പഴയ കുക്കർ നല്ല പളവള മിന്നുന്ന കുക്കറായി മാറിക്കഴിഞ്ഞ് ഇതിന്റെ അടിയൊക്കെ നിങ്ങൾക്ക് നോക്കാം, ഒട്ടും അഴുക്കില്ലാതെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി നമുക്ക് കാണാം. താങ്ക് യു.